നീറ്റ് 2026 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് 2026 എൻ്റെ ഒരു നോട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ 2024 പോലെ തന്നെ വളരെ ഈസിയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2025 കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നീറ്റ് 2026 അനാലിസിസ് നടത്തുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നീറ്റിലേക്ക് അല്ലെങ്കിൽ JEE പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. എക്സാം എങ്ങനെയാണ് എങ്കിലും കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഈ പ്രാവശ്യം ഒരുപാട് കുട്ടികൾക്ക് നീറ്റ് കിട്ടും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം അവർ ഈ എക്സാമിനെ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ പാടെ അവർ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഒരുപാട് ക്വാളിറ്റികൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം അവർ ഫ്രഷറായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി കുട്ടിത്തമുള്ള ഒരു സമയത്ത് എക്സാമിനെ അഭിമുഖീകരിക്കുമ്പം കുറച്ചും കൂടിയൊക്കെ കോൺഫിഡൻസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുവാനും ക്വസ്റ്റ്യനൊക്കെ കുറച്ചും കൂടി സമചിത്തമായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ പ്രസക്തി കൂടുന്നു എന്നുള്ളതാണ് അടിവരയിട്ട് മക്കളോട് പറയാനായിട്ടുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളിലൊരു സിസ്റ്റം നിങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ ഡിസിപ്ലിൻഡായി ക്വസ്റ്റ്യൻസ് കാണുന്നു, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തിയറി, കോൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു സിസ്റ്റം നിങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസിയറായിട്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം എക്സാം എഴുതിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും വിജയം ആശംസിക്കുന്നതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ താഴെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ പ്രിപ്പറേഷൻ നേരത്തെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.